welcome to NASCO Siemens Puthenkutti Kuppayam powered by Aadhar Gold and Diamonds presented by Kiwi Ice Creams. Welcome to another colorful episode. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻസിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. കാരണം വളരെ ഇഞ്ചോട് ഇഞ്ച് മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ ഓൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. കോമ്പറ്റീഷൻസിന് പോകുന്നതിന് മുൻപ് ഐ ഇൻവൈറ്റ് a permanent panel of judges. ഫൈസൽ മാഷെ, രഹനത്ത ആൻഡ് അൻവർക്ക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഷോയുടെ ഊർജമായ നമ്മുടെ ഓർക്കസ്ട്ര ടീം ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി പെർഫോം ചെയ്യാൻ എത്തുന്നു യാസീൻ. യാസീനെ ചേച്ചി, നല്ല ചെത്ത് ചെക്കൻ ലുക്കിലാണല്ലോ വന്നിരിക്കുന്നത്. താങ്ക് യു. ഒരു ഫ്രീക്കൻ പയ്യൻ അല്ലേ? എന്താ അവന്റെ തൊപ്പിയിൽ വേറൊരു യാസീൻ ഇരിപ്പുണ്ട്. തൊപ്പി ഊരി നോക്കിയാൽ മതി, അറിയാൻ പറ്റും. വെള്ള കളറിൽ വേറൊരു യാസീൻ തൊപ്പിയിൽ. ആ പക്ഷെ ഇവിടെ നമുക്ക് പാട്ടാണ്. അപ്പൊ ഇന്ന് ഏത് റൗണ്ടിൽ ഏത് പാട്ടാണ്? ഫിലിം സോങ്, മാപ്പിള ഫിലിം സോങ് റൗണ്ടില് പഞ്ചവർണ്ണ തത്ത. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ചാലഞ്ചിങ് ആണ്. തകർക്കില്ലേ? അപ്പൊ ഉഷാറായിട്ട് പെർഫോം ചെയ്തോട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വാക്ക് കൊണ്ടേ നെഞ്ചു തളരണു പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്ക് കൊണ്ട് നെഞ്ചു തളരണു പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ ഓ കൊഞ്ചി വന്ന പെണ്ണേ. യാസീനെ, ചേച്ചി ഫിലിം സോങ് റൗണ്ട് അല്ലേ? തകർത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അൻവർക്ക, യാസിനെ ആ നിനക്ക് ഭയങ്കര പക്വത വന്നടാ. നീ ഭയങ്കര മെച്ചുറായി. താങ്ക് യു. നീ നെഞ്ച് തളരണം ആ ഭാഗം നീ അങ്ങ് ഭാവം അഭിനയിച്ച് ആ വാക്കിൽ ആ ഭാഗമല്ലേ ഒന്ന് പറയണത്. പാടണോ? പഞ്ചസാര വാക്ക് കൊണ്ട് നെഞ്ച് തളരണ എന്റെ നെഞ്ച് ഇവിടെ തളർന്നു പോയി നിന്റെ അത് പാട്ട് കേട്ടിട്ട്. അത്രയ്ക്കും പെണ്ണിനോട് ആ ഒരു ഇത് പറയുക, നെഞ്ച് തളർന്നു പോവുകയാണ്, അത്രയ്ക്കും സ്നേഹം പറയുകയാണ്. നീ അത് ആ ഭാഗമൊക്കെ വളരെ സ്വീറ്റാക്കി. കൊച്ചു ഇത് നിന്റെ ധൈര്യം ഭയങ്കരമാണ്. സാധാരണ ഞങ്ങൾ പലരും രണ്ടുപേര് ചേർന്ന് സ്റ്റേജിൽ പാടാൻ പെടുന്ന പാട് ഞങ്ങൾക്കേ അറിയാവൂ. പല വേദികളിലും രണ്ടുപേര് ചേർന്ന് പാടാറുള്ളൂ. ഒറ്റയ്ക്ക് ആരും പാടി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അമ്മാഷ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. രണ്ടുപേര് ഒരുമിച്ച് നിന്ന് പാടിയാലേ അത് കറക്റ്റ് ഇത് വരുള്ളൂ. പക്ഷെ അത് ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നീ ഒരാൾ രണ്ടുപേര് കമോറ സാറും ദാസേട്ടനും പാടിയ പാട്ടാണ്. രണ്ട് ലെജൻസ് പാടിയ പാട്ടാണ്, അവർ മത്സരിച്ച് പാടിയ പാട്ടാണ്. അപ്പോൾ അത് നീ ഒറ്റയ്ക്ക് പാടി ഈ പ്രായത്തിൽ നീ എടുത്ത് പൊക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഏകദേശം നല്ലതുപോലൊക്കെ തന്നെ നീ അത് പാടി ഫലിപ്പിച്ചിട്ടുണ്ട്. ഉഗ്രനായിട്ട് പാടി മക്കളെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിൻ്റെ ആക്ടിവിറ്റീസും അതിനോടൊപ്പം വരുന്ന വാക്കുകൾക്കനുസരിച്ചുള്ള അതിൻ്റെ എക്സ്പ്രഷൻസ് ഭയങ്കരമായിരുന്നു കേട്ടോ. വാക്ക് അത് ഈ നെഞ്ച് തളർന്ന് പറഞ്ഞ പോലെ മറ്റു ഒരുപാട് സ്ഥലത്ത് അതേപോലെ ഒരു നമ്മൾ ഓട്ടക്കണ്ണിട്ട് ഒളിച്ച് ആ വാക്ക് അത് കറക്റ്റ്. അത് ഇപ്പോൾ ഈ പ്രായത്തിലെ ഈ ലിറിക്സിൻ്റെ അർത്ഥം നോക്കിയുള്ള സിംഗിങ് അതൊരു ഭയങ്കര ടാലൻ്റാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അത് മക്കൾക്ക് ആവശ്യം പോലെ കിട്ടിയിട്ടുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ. അത് നീ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് തുടരൂ, മുന്നോട്ട് പോകൂ. പിന്നെ ഹമ്മിങ്ങിൽ ചെറിയ ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ. ഇതൊരു മലയാളം ഖവാലി എന്ന് ആദ്യ ഖവാലി സ്റ്റൈലുള്ള പാട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വരാതെ നമ്മൾ കാര്യമാക്കുന്നില്ല. കുട്ടികളല്ലേ കേട്ടോ. നന്നായി പാടി. താങ്ക് യു അൻവർക്ക. റഹ്നത്ത. യാസീൻ, സാധാരണ ഈ പാട്ട് ശരിക്കും കവാലി റൗണ്ടൊക്കെ വരുമ്പം അങ്ങനെയാണ് എല്ലാ കുട്ടികളും സെലക്ട് ചെയ്യാറ്. ഇതിപ്പോൾ ഫിലിം എന്ന് പറഞ്ഞപ്പോഴേക്കും അല്ലേ പെട്ടെന്ന് തന്നെ ഈ പാട്ട് സെലക്ട് ചെയ്താണോ? അല്ല, ഞാൻ ഈ പാട്ട് വരുമ്പോൾ സ്കൂളിലായിരുന്നു. പാട്ട് വരുമ്പോൾ ഏത് വഴിയാ വന്ന പാട്ട്? അല്ല, ഈ സെലക്ഷന് വരുമ്പോഴേ പിന്നെ റൗണ്ടാണ് എടുക്കണ്ടല്ലേ. അപ്പൊ വരുമ്പോ ഞാൻ സ്കൂളിലായിരുന്നു. പിന്നെ വന്നിട്ട് ഞാൻ ഈ പാട്ട് കുറെ വട്ടം കേട്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഞാൻ ഇതന്നെ എടുത്തു. രണ്ടുപേര് പാടിയ പാട്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു അല്ലേ. പിന്നെ ഇത് മെയിനിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിസാർ മാഷ്ക്കാണ്. മാഷ് ഇതിന് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിസാർ നന്നായിട്ട് പഠിപ്പിക്കും. നിസാർ മാഷിനൊരു ക്ലാപ്പ്. അതെ, നിസാർ നന്നായിട്ട് പഠിപ്പിക്കും. എനിക്കറിയാവുന്ന മാഷല്ലേ നിസാർ മാഷ്. അപ്പം എന്താ തോന്നിയേ അതൊന്ന് പറഞ്ഞേ യാസിൻ. ഇപ്പം പാടി ഇവിടെ കഴിഞ്ഞപ്പം റിഹേഴ്സലിന് പാടിയതല്ല, ഇപ്പം കഴിഞ്ഞപ്പം എന്താ തോന്നിയേ? റിഹേഴ്സലിന് പാടിയതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി നന്നായി പാടാൻ പറ്റി തോന്നി. എല്ലാ സ്ഥലത്തും പാടാൻ പറ്റി? എല്ലാ സ്ഥലത്തും ഇല്ല. ഇനി എനിക്കങ്ങനെ അറിയില്ല, നിങ്ങളുടെ അടുത്താണ് ഫുള്ള്. ഷറഫിയൊക്കെ കേറി പഠിക്കുകയാണോ? ഇല്ലല്ലോ. അല്ല, ഞാനെന്താ വെച്ചാൽ യാസീന് പരിചയപ്പെടുമ്പോൾ ശരിക്കും ഭയങ്കര മെച്ചോർഡായിട്ടാണ് യാസീൻ. സ്കൂളിലൊക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? ലീഡർ എങ്ങാണ്ടാണോ സ്കൂളിൽ? ക്ലാസ് ലീഡറാണ്. എല്ലാ ഉത്തരവാദിത്വം യാസീൻ്റെ കയ്യിലാണ്. അതെനിക്ക് തോന്നി ആ പെരുമാറ്റ രീതി കണ്ടപ്പം. ടീച്ചേഴ്സിൻ്റെ ഒക്കെ പെറ്റാണോ? ഓ, നല്ല മാർക്സും ഉണ്ട്.
അപ്പോൾ അത് എന്താ പറയുക, മാർക്സ് പോലെ തന്നെ പഠിക്കുന്ന പോലെ തന്നെ പാട്ടിലും നല്ല ശ്രദ്ധയാണ്. അപ്പം എന്തായാലും നല്ലൊരു ടഫ് സോങ് രണ്ടുപേര് പാടിയത് വിശദമായിട്ട് ഇനിയിപ്പോൾ മാഷും കൂടി പറയും. അതെടുത്ത് എന്താ പറയുക, പാടാൻ കാണിച്ച ഒരു ധൈര്യം അതിനാദ്യം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. താങ്ക് യു. പിന്നെ എന്താ വെച്ചാൽ ലൈവ് അല്ലല്ലേ, രണ്ടുപേര് പാടുന്ന പാട്ടൊറ്റയ്ക്ക് പാടുമ്പോഴുള്ളൊരു കുഞ്ഞു പ്രശ്നമല്ലേ, അതിപ്പോൾ മോൻ തന്നെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ, അത്രേ ഉള്ളൂ. എന്നാലും ആ ധൈര്യത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു രാൻഹത്ത. മാഷെ, എല്ലാവരും പറഞ്ഞതുപോലെ സെലക്ഷൻ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. താങ്ക് യു. ഞാനൊക്കെ സ്റ്റേജിലൊക്കെ എത്രയോ തവണ കേട്ടത് രണ്ടുപേര്, വിധു പ്രതാപ് അല്ലെങ്കിൽ കണ്ണൂർ ഷെരീഫ്, അവരൊക്കെ ഒന്നിച്ചുണ്ടാകുന്ന വേദിയിലൊക്കെ പാടും. വേറെ ആരും പാടുന്നത് കണ്ടിട്ടുണ്ടത്? ഞാൻ വേറെ ആരും അങ്ങനെ പാടുന്ന കണ്ടിട്ടില്ല. ഞാൻ പാട്ട് പഠിച്ചത് എന്താ ഈ പാടിയത് ഒരു വീഡിയോ ഉണ്ട്, മറ്റേ ഒരു ഫിലിമില് വീഡിയോ ഫിലിമിലെ സീനുള്ള അല്ലേ? പഴയ വീഡിയോ. അതെ, പഴയ വീഡിയോ. ആരഭിനയിച്ച്? അതില് പ്രേം നസീർക്ക് ഉണ്ട്. പ്രേം നസീർ ബഹദൂറൊക്കെ അഭിനയിച്ച് പോകണം തോന്നുന്നു. ഏതായാലും മോനെ, പിന്നെ ഈ മണ്ണാർക്കാട്ട് നിന്ന് മഞ്ചേരി വന്ന് പഠിക്കുക ഈ പാട്ട് ഒരുപാട് ദൂരല്ലേ? ദൂരമൊക്കെ ഉണ്ട്, എന്നാലും പോയി പഠിച്ചു. ഏതായാലും റിയാലിറ്റി ഷോ വന്നല്ലോ, അതുകൊണ്ട് ഇങ്ങനെ. അങ്ങനല്ല, നന്നായി പഠിച്ചു. മ്യൂസിക് പഠിക്കണ്ടേ മോന്? അതും മാഷെടുത്ത് തന്നെ പഠിക്കുന്നത്? അത് മാഷെടുത്തല്ല, അത് ഞങ്ങളവിടെ ഒരു ടീച്ചർ ഉണ്ട്, മീര ടീച്ചർ പറഞ്ഞിട്ട്. ഹിന്ദുസ്ഥാനിയാ? കർണാട്ടിക് ആണ്. അതിന്റെ ഗുണമൊക്കെ കാണാനുണ്ട്, മ്യൂസിക് പഠിക്കുന്നതിന്റെ ഗുണമൊക്കെ കാണാനുണ്ട്. ഏതായാലും ആ ധൈര്യം എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ തമാശക്ക് പറയും, അപാരമായ ധൈര്യവും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വലിയ ബോധവും ഇല്ലെങ്കിൽ ഒരാൾ എന്തും ചെയ്യുന്നു. പക്ഷെ മോനെ ഞാൻ ആ കാറ്റഗറി പെടുത്തുന്നില്ല. അപാര ധൈര്യമാണ്, ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. വരും പരായ്മകളെക്കുറിച്ച് ആലോചിക്കാത്ത ആളുകൾക്ക് എന്തും ചെയ്യാം. പക്ഷേ യാസിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഓരോ കാര്യവും. ഇവിടെ അഭിനയത്തിന് അഭിനയിക്കുന്നുണ്ട്, ഒരു കാലിങ്ങനെ പൊക്കിയിട്ടൊരു അഭിനയല്ലേ ഒരു പാട്ടിന്? എന്തായാലും മോനെ ഗംഭീരമായ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് ഞങ്ങൾ എപ്പോഴും പറയും. ഒരു 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 എല്ലാത്തിലും മേലെയാണ്. ഇനി ഏത് പാട്ടും മോൻ എടുത്ത് പാടാം, ഒന്നും നോക്കണ്ട. ഡ്യുവറ്റ് സോങ് ഒക്കെ ഒറ്റക്ക് പാടാം. ആ ധൈര്യത നമ്മൾ ബഹുമാനിക്കണം. 2 പോർഷനും പാടുകയാണ്. എത്ര സ്പീഡായിട്ടാണ് കാര്യങ്ങൾ ഈ പാട്ടിലൊക്കെ വരുന്നത്, എല്ലാം ചെയ്തില്ലേ. പിന്നെ ചെറിയൊരു വിഷയം, ഏത് പാട്ടും ഭക്തിഗാനം വെച്ച് ബാക്കി എല്ലാ റൗണ്ടറും പ്രണയഗാനമാണ് പാടുന്നത്. അത് ഒരു വേറൊന്നും അല്ല, അതാണല്ലോ കുറച്ചുകൂടി പെർഫോമൻസ് ചാൻസ് ഉള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് അല്ലേ, പെർഫോമൻസിന് ചാൻസ് ഉള്ളത് അവിടെയാണ്. അതാണ് ഒരു മറുപടി കിട്ടിയപ്പോൾ അതിങ്ങനെ പോസ്റ്റ് ചെയ്യാണ്. ഏതായാലും ഗംഭീരമാണ്. താങ്ക് യു മാഷെ. അപ്പോൾ നമുക്കിനി എന്തറിയണം? മാർക്സ്. പ്രതീക്ഷ വല്ലതുമുണ്ടോ? പ്രതീക്ഷയൊന്നുമില്ല. നിന്നോട് ഞാൻ മുന്നേ ചോദിച്ചപ്പോൾ 100 എന്ന് പറഞ്ഞ ആളാണ്. അപ്പം മൈൻഡിൽ വെച്ചോ, ഞാൻ ചോദിക്കുന്നില്ല. ഇനി ചോദിക്കാം. ആരിൽ നിന്ന് തുടങ്ങണം? അൻവർ ഖാൻ്റെ അൻവർ ഖാൻ്റെ തുടങ്ങാം. അൻവർ ഔട്ട് ഓഫ് 30 30-ൽ 29.5. 29.5. രഹനത്ത ഔട്ട് ഓഫ് 35 34.5. 34.5 and Faisal Mashe out of 35 34.5. 34.5. So on total 98.5 out of 100. സന്തോഷവാനാണ്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. നേരത്തേക്ക് നല്ല മാർക്സ് അല്ലേ? ഏകദേശം ഇത് തന്നെയാണ് മാർക്സ്, ഓർമ്മയുണ്ടോ? ഇതേ മാർക്സ് തന്നെയാണ് 3 റൗണ്ടിലും കിട്ടിയത്. കൺസിസ്റ്റൻസി ഉണ്ട്, അത് വളരെ നല്ലൊരു കാര്യമാണ്. താഴോട്ട് പോയില്ലല്ലോ നമ്മൾ, ഒരു പടി അങ്ങോട്ടോ ഒരു പടി ഇങ്ങോട്ടോ ഇല്ല, അവിടെ തന്നെ നിൽക്കാണ്. അവിടെ തന്നെ നിന്നാ മതിയോ? അതിനൊക്കെ മുകളിൽ വരണം. 2 ചാട്ടം ചാടാനുണ്ട് അങ്ങോട്ട്, ചാടും നമ്മള്. അപ്പോൾ ഇന്ന് ഡ്യുവറ്റ് സോങ് ഒക്കെ എടുത്ത് സംഘഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടും എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ യാസീൻ. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇനി ഞാൻ വീട്ടിക്ക്. എനിക്കറിയായിരുന്നു നിന്നോട് ചോദിച്ച ഇങ്ങനെ വല്ല കുനിഷ്ട നീ പറയൂന്ന്. അതല്ല ഞാൻ ചോദിച്ചേ, നീ വീട്ടിൽ പോണോ? നിന്നെ വീട്ടിൽ പറഞ്ഞു വിടണോ? അതിന് പറ്റിയൊരു സാധനം വരുന്നുണ്ട് മുമ്പില്. എലിമിനേഷൻ വരുന്നില്ലേ? അതാണ് ഞാൻ ചോദിച്ചേ. എലിമിനേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് അന്ന് കാണാം. ഓക്കെ, സീ യു.
ബൈ. ബൈ. അങ്ങനെ നമ്മുടെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് നമ്മുടെ യാസീൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് വന്ന് തകർത്ത് പാടിപ്പോയി. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസുമായി എത്തുന്നു ഷറഫിയ. ഷറഫിയ മോൾസ്, നമ്മുടെ കോമഡി റൗണ്ട് വെച്ചത് വളരെ നന്നായി. നമ്മുടെ കുട്ടികളെയൊക്കെ കുറച്ച് റിട്രോ വിൻറ്റേജ് ലുക്കിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നല്ല സുന്ദരി പണിയായിട്ടുണ്ട് കാണാൻ. പക്ഷെ ആ വരവ് കണ്ടപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള വരവാണെന്നുള്ള രതിയിലാണ് വന്നത്. ആളിങ്ങനെ ഫുള്ള് ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടാ വന്നേ. കോമഡി റൗണ്ട് അല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയില്ലല്ലോ അല്ലേ? ഇല്ല. അപ്പൊ ഏത് പാട്ടാ? തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പൻ മീശ പണ്ട് കണ്ടു പേടിച്ചു. അമ്പട വലിയൊരു പാട്ടാണ്. പാട്ട് ഒന്നായിട്ട് പറയാൻ വിചാരിച്ചു. വലിയ പാട്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാരും ചിരിക്കണം. ഓർക്കസ്ട്രക്കാരൊക്കെ ചിരിച്ചൊരു വഴിയാണ്. ചിരിപ്പിക്കോ? ഉഷാറായിട്ട് പെർഫോം ചെയ്തോട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പൻ മീശ പണ്ട് കണ്ടു പേടിച്ച് വീടര് പാത്തും മാമ അപ്പത്തും മാമ പാത്തും മാമ. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പൻ മീശ പണ്ട് കണ്ടു പേടിച്ച് വീടര് പാത്തും മാമ അപ്പത്തും മാമ പാത്തും മാമ. അന്ന് തൊട്ട് അവൾക്കൊരു ശൈത്താനിളക്കം, മരുന്നൊക്കെ കൊടുത്തിട്ടും മാറാത്തൊരിളക്കം, പല്ലിടിച്ച് കാണിച്ചു മലർന്നൊരു കിടത്തം. മൂഷിപ്പിലായി മമ്മദ് ബേജാറായി ആകെ പുലിവാലായി. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പൻ മീശ പണ്ട് കണ്ട് പേടിച്ച് വീടര് പാത്തും മാമ അപ്പത്തും മാമ പാത്തും മാമ. ഗതികെട്ട് മമ്മദ് മനസ്സിലൊന്നുറച്ച് അയലത്തെ മൗലവിയോടറിയിച്ച് ഓളൊന്ന് കാണാൻ മൗലവി കൊതിച്ച്. ഗതികെട്ട് മമ്മദ് മനസ്സിലൊന്നുറച്ച് അയലത്തെ മൗലവിയോടറിയിച്ച് ഓളൊന്ന് കാണാൻ മൗലവി കൊതിച്ച്. എന്തൊരു പെൺകുട്ടി, പത്തര മാറ്റുള്ള കുട്ടി, നമ്മുടെ പാത്തുമ്മ കുട്ടി. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പൻ മീശ പണ്ട് കണ്ടു പേടിച്ച് വീടര് പാത്തും മാമ അപ്പത്തും മാമ പാത്തും മാമ. മന്ദിരിച്ച് മൗലവി മുഖത്തെ കൊരൂത്ത്, മന്ദിരിച്ച് മൗലവി മുഖത്തെ കൊരൂത്ത്, അകത്തേക്ക് അപസ്മാര നെയ്യ് കൊടുത്ത്. 40 ദിവസത്തെ പിന്നാണമെഴുത്ത് മൗലവി പാസാക്കി, നെയ്യുണ്ടാക്കൽ ചോറാക്കി, ശൈത്താനിലകലും പാറാക്കി. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പൻ മീശ പണ്ട് കണ്ട് പേടിച്ച് വീടര് പാത്തും മാമ അപ്പത്തും മാമ പാത്തും മാമ. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പൻ മീശ പണ്ട് കണ്ട് പേടിച്ച് വീടര് പാത്തും മാമ അപ്പത്തും മാമ പാത്തും മാമ. പത്തുമ്മ ഫിയക്കുട്ടി,
കോമഡി റൗണ്ട് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയതാണ് അല്ലേ? ആളെയൊക്കെ കൂട്ടി. ആരായിരുന്നു ഹെൽപ്പ് ചെയ്തവരെ പേരെന്താ? ജലീൽക്ക റിലേറ്റീവ് ആണോ? എൻ്റെ ഉപ്പച്ചിൻ്റെ ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പായിട്ടുള്ള പരിശ്രമത്തിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു നോക്കാം. ചോദിക്കാം. അൻവർക്ക, ഷറഫിയ, കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ആബ്സെൻ്റ് മൈൻഡൊക്കെ ആയിരുന്നു. അല്ലേ? ആയിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം? ഇപ്പോഴല്ല ഇപ്പം നല്ല കുറച്ച് പ്രസന്നത വന്നിട്ടുണ്ട്, ഒരു സന്നദ്ധത വന്നിട്ടുണ്ട്. ഉഗ്രനായിട്ടാണ് എനിക്ക് കോമഡി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾ കാണിച്ച. പിന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി ആകുമായിരുന്നു എന്നൊരു ഇത് വന്നു. നിങ്ങൾ സാധാരണ ബാക്കിയുള്ള കുട്ടികളെ കൊണ്ട് തന്നെ സാധാരണ ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് വന്നപ്പോൾ വേറൊരു കളറായി. എങ്കിലും ഇതിനകത്ത് ഇതിൻ്റെ വരികളുടെ അർത്ഥത്തിനനുസരിച്ച് നിങ്ങളൊരു കൃത്യമായിട്ട് ആ കഥ പോലെ അവതരിപ്പിച്ചത് നന്നായി, ഇഷ്ടപ്പെട്ടു. മുഹമ്മദ് കാക്കയുടെ കാര്യവും നമ്മൾ മൗലവി വന്ന് വലിയ ഇത്രയുള്ള പേനയൊക്കെ വെച്ച് മന്ത്രിക്കണതും എഴുത്തല്ലേ, അങ്ങനല്ലേ? അതൊക്കെ കൊള്ളാം, ഒരു ഇഷ്ടപ്പെട്ടു, നന്നായി. ഇതിൻ്റെ പാട്ടിൻ്റെ പെർഫോമൻസ് ഭീകരമായിരുന്നു, നല്ല കോമഡി. അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് പാടി അവതരിപ്പിച്ചു, അതും നന്നായി കേട്ടോ. കുറച്ച് ഇത് വന്നിട്ടുണ്ട്, കുറച്ച് അത് എപ്പോഴും പാടുന്ന പോലെയല്ല, കുറച്ചുകൂടെ പക്ക, കുറച്ച് നല്ല ഫിൽറ്റർ ചെയ്ത് പാടിയിട്ടുണ്ട്, കൊള്ളാം. താങ്ക് യു സോ മച്ച് അൻവർക്ക. റഹനത്ത, ഷറഫിയ, ആ പാട്ടിനനുസരിച്ച് നല്ലൊരു ഡ്രസ്സല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പിന്നെ മോളുടെ പാട്ട്, മോള് നേരത്തെ പാടിയ പാട്ടിനേക്കാളും മുകളിൽ തന്നെയാണ് ഈ പാട്ട് പാടിയത് കേട്ടോ. കോമഡി ആയിട്ടുള്ള പാട്ടിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു നന്നായിട്ട് തന്നെ ആ കോമഡി വന്നിട്ടുണ്ട്. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അല്ലേ വന്നില്ലേ, മോൾ അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ജലീൽക്ക, നാട് കുളത്തൂര്. ജലീൽക്ക് അതിൽ എന്തായിരുന്നു ഫസ്റ്റ് മീശ വിറപ്പിച്ചത് ആരായിരുന്നു? അത് പറയണോ? അത് മീശ വല്ലാത്തൊരു മീശ. അത് ജലീൽക്ക. മോള് പേടിച്ച മീശയാണല്ലോ ആണ്. ഒന്ന് നമ്മുടെ കഥാപാത്രങ്ങളൊക്കെ ഒന്നോളൂ, ഫ്രണ്ടിലോട്ട് വന്നോളൂ. പേരെന്ന് പറയാമോ? പേര് മൈക്കോ. എൻ്റെ പേര് ജലീല്. പെരിന്തൽമണ്ണക്കടുത്ത് കൊളത്തൂരാണ് എൻ്റെ സ്വദേശം. നമ്മളെ ഷറഫിയായിട്ടുള്ള ബന്ധം എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഷറഫു, സുഹൃത്താണ്. അപ്പോ ഷറഫിയുടെ വാപ്പ അല്ലേ? സുഹൃത്താണ്. അപ്പൊ അങ്ങനെ വന്നതാണ്, ഒരു വലിയൊരു അവസരം. കാരണം ഇങ്ങോട്ട് തേടിയെത്തിയതാണ്. ചെറിയ ടിക്ടോക്കും കാര്യങ്ങളും ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെയൊക്കെ പോയിട്ട് സന്തോഷം. നമ്മുടെ മീശക്കാരനാണ് ഞാൻ. എനിക്ക് പെട്ടത് നിങ്ങളെ മീശ വേറൊരു മീശയുടെ പാട്ട് ഓർമ്മ വന്നു. മീശക്കാരൻ സമയം കുഞ്ഞവറാനൊരു തിരുമണ്ണെന്ന മുമ്പ് നമ്മുടെ കുട്ടികൾ പാടി പാട്ടുണ്ട്. അതുപോലെ മീശക്കാരൻ ഈ ഉണ്ണിക്കൊരു മോളുണ്ട് ലൂസി കുട്ടി എന്നൊരു പാട്ടുണ്ട്. അത് നമുക്ക് ആ പാട്ടിലൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി പോവുകയായിരുന്നു. എന്തായാലും ഒരു പാട്ടിനനുസരിച്ചൊരു സിറ്റുവേഷൻ ആക്കാന്നുള്ള പ്ലാനിലാണ് ഇങ്ങനെ വന്നത്. 3 മിനിറ്റ് അല്ലേ ഉള്ളൂ. ജലീൽ എന്നല്ലേ പറഞ്ഞു? 3 റോള് ചെയ്തു ഇതിലല്ലേ? ഓക്കെ. ഇവരെ പേര്? എൻ്റെ പേര് രാജേഷാണ്. ഇവിടെ കൊണ്ടോട്ടി മുറിയടുത്ത് അരിമ്പ്ര എന്ന സ്ഥലത്താണ് വീട്. ചെറുതൊരു അഭിനയിച്ച് പോണ ആളാണ്. പഠിച്ചോളങ്ങൾ കാത്തുള്ള മൂവിയിൽ ഒരു വേഷം ചെയ്തു. ഇപ്പൊ 2-3 പടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജലീൽ വിളിച്ചപ്പോ അങ്ങനെ വന്നതാണ്. അങ്ങനെ ചെയ്തു. ഇതിന്റെ എല്ലാം ഇത് ഒരു ഇതൊക്കെ ചെയ്തത് ജലീലായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഷറഫിയെ കുട്ടിയെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം. മിൽമയുടെ വലിയ ബോട്ടിൽ എവിടുന്ന് കിട്ടിയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. ഭംഗിക്ക് വേണ്ടി എന്തായാലും വളരെ സന്തോഷം. ഇത്രയും വലിയൊരു വേദി നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. എല്ലാവിധ ആശംസ നേരുന്നു. മോള് എന്താ പറയുക, കോമഡി നന്നായിട്ട് തന്നെ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിച്ച് യൂസ് ചെയ്തു. പാട്ട് കൊണ്ടും നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച് റഹനത്ത. ഫൈസൽ മാഷേ, ഇതൊക്കെ വളരെ മുമ്പുള്ളൊരു പാട്ട്. തമാശ എന്ന് പറയുമ്പം തന്നെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കൻ്റെ കൊമ്പം മീശ പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെ
ഇത് എഴുതിയ ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. KP കുട്ടി വാക്കാട് എന്ന് പറയും. അൻവർജി കണ്ടോ റമലാനിലുണ്ടൊരു രാത്രി, അത് എഴുതിയ അദ്ദേഹമാണ്. ആണോ? തിരൂർക്കാരനാണ് KP കുട്ടി വാക്കാട്. വാക്കാട് കുട്ടിക്കാന്നാണ് അയാൾ അറിയപ്പെടുക. ഇതിങ്ങനെ അദ്ദേഹം ആളുകൾക്കൊന്നും ഇദ്ദേഹം ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് കലാഭവൻ മണി ഒരു കേസറ്റ് പുറത്തിറക്കിയപ്പോൾ ഈ പാട്ടത്തിൽ ഉൾപ്പെടുത്തി. അതിൽ ചില റൈറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഇദ്ദേഹം പത്രത്തിലൊക്കെ പറഞ്ഞു എൻ്റെ പാട്ടാണ്, സമ്മതം ചോദിച്ചില്ല, അതൊരു ഇഷ്യൂ ആയി. ആ സമയത്താണ് കുട്ടിക്കാണ് ഈ പാട്ട് എഴുതിയതെന്ന് ആളുകൾക്ക് മനസ്സിലായത്. ഇതിനൊരു കാരണം ഇങ്ങനെ പഴയ കാലത്ത് ആളുകൾ പാട്ട് എഴുതാണല്ലോ, ആർക്കറിയില്ല എന്താണെന്നുള്ളത്. ആരെഴുതിയെന്നൊന്നും അന്നൊന്നും അങ്ങനെ രേഖപ്പെടുന്ന ഒരു കാര്യം റിയാലിറ്റി ഷോ ഒക്കെ വന്നപ്പോഴാണ് അത് വ്യക്തമാവുന്നത്. ഏതായാലും അത് നല്ല സെലക്ഷനാണ്. മാപ്പിളപ്പാട്ടിൽ നമ്മൾ കോമഡി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലുള്ളൊരു പാട്ട്. ഞാനൊരു ഷെയ്ത്താനുകളൊക്കെ ഒരു ഊതുന്നൊരു പോർഷനൊക്കെ കലാഭവണി ചെയ്തിരുന്നു. അതൊക്കെ ചെയ്യുന്നു വിചാരിച്ചു ഇവരൊക്കെ കണ്ടപ്പോൾ. ആ ഭാഗം മോൾ കേൾക്കാത്തതുകൊണ്ടാണ്. മോള് കേട്ടത് ഒറിജിനൽ ആയിരിക്കും. ഒന്ന് ഊതി ഊതുമ്പത്ത് ഊതുന്നത് കാണിക്കും. അതൊക്കെ ഓരോരുത്തരോരോ സ്റ്റൈലിൽ പാടുന്നേ ഉള്ളൂ. അതൊന്നും വിഷയമല്ല, ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. മണിച്ചേട്ടൻ പാടിയപ്പോൾ അങ്ങനെ പാടിയതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും പഴയ കാലത്തെ ചില ആചാരങ്ങൾ, പിഞ്ഞാണ് എഴുത്ത്, അതൊക്കെ പറയുന്നുണ്ടല്ലേ. ഒരു 1.5 പെന്നായിപ്പോയി അത്. കാജാ ബീഡിൻ്റെ പരസ്യം പോലെ വളരെ പഴയ ബീഡി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പരസ്യമില്ല, അതേപോലെ ആ പെന്നേ, അതൊക്കെ നമ്മളിവിടെ പിഞ്ഞാണ് എന്ന് പഴയ കാലത്തൊരു രീതിയായിരുന്നു. ഏതായാലും അതൊക്കെ കൊണ്ടുവന്നു. പാട്ടും മോശമായില്ല കേട്ടോ, പിന്നെ സംസാരം തീരെ മോശമല്ല, ഞാൻ പറയുന്നില്ല. ഓക്കെ മോളെ, താങ്ക് യു മാഷെ. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. അൻവർക്ക ഔട്ട് ഓഫ് 30? 29.5. 29.5 out of 30. Rahanata out of 35? 34.5. 34.5. And Faisal Mashe out of 35? 34.5. 34.5. So in total 98.5. സന്തോഷമായോ? ആയി. സാധാരണ ഷറഫി കുട്ടിക്ക് സന്തോഷം വന്നാൽ എന്താ പറയാറ്? എന്തെങ്കിലും? ഒന്നും പറയാനില്ല, നല്ല സന്തോഷം മുഖത്ത് തെളിയും. ഒന്ന് തെളിച്ച് കാണിച്ചു കൊടുക്കൂ. ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്താൽ ആ സന്തോഷം ഒന്ന് തെളിയട്ടെ. നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ഒക്കെ പരസ്യത്തിലൊക്കെ വരുന്ന പോലത്തെ ഒരു ചിരി. എന്തായാലും മുമ്പുള്ള റൗണ്ടുകളിലൊക്കെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് ഹൈ മാർക്കാണോ? ആണ്. ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. ആണ് അല്ലേ? ഷെറഫിയ കുട്ടി നമ്മൾക്ക് എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. കാരണം ഓരോ പാട്ടിലും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. അപ്പോൾ ഷെറഫിയ കുട്ടി, ഇനിയിപ്പോൾ എലിമിനേഷൻ അല്ലേ വരുന്നേ? അപ്പം അത് നമ്മൾ ഫേസ് ചെയ്യണം. റെഡിയാണോ ഫേസ് ചെയ്യാൻ? ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എലിമിനേഷൻ എപ്പിസോഡിൽ കാണാം കേട്ടോ. ഓക്കെ, സീ യു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ ഷെറഫിയ കുട്ടിയുടെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. പുറത്തുനിന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ. നല്ല കളർഫുൾ ആയിരുന്നു. മൊത്തത്തിൽ നമ്മളെ സ്റ്റേജ് മുഴുവൻ ഒന്ന് കളർഫുൾ ആക്കിയിട്ടാണ് അവർ പോയത്. ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസുമായി വരുന്നു ഫർഹാൻ. ഫർഹാനെ, ഒരു 2 റൗണ്ട് മുന്നേ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഫർഹാൻ വീണ്ടും സ്മാർട്ടായി എന്നൊക്കെ. നീ പഴയ ഫർഹാനായിട്ട് വന്ന പോലെ ഉണ്ടല്ലോ. എന്താ ഇന്ന് ഏത് റൗണ്ടിലാണ് പാടണേ? ജഡ്ജസ് ചോയ്സ്. ഏതാ പാട്ട്? ഫുർഖാനിൽ അലീമാണ്. ഓക്കെ, ഡിവോഷണൽ ആണോ? ഡിവോഷണൽ ഭക്തിഗാനം പോലത്തെ പാട്ടാണോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ മൂഡ് സെറ്റ് ചെയ്ത് വരുന്നതാണോ? ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി വരുന്നത് ആണ്. പാട്ട് ഉൾക്കൊണ്ട് പാടാൻ വേണ്ടിയിട്ട് ഫർഹാൻ തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ്. പാട്ട് ഉൾക്കൊണ്ട് തന്നെ പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
പരിപൂർണ ജനം മുന്നിൽ കുറിച്ച് പെരിയോന്റെ കലാമാണ് ഖുർആൻ പെരിയോന്റെ കലാമാണ് പെരിയോന്റെ കലാമാണ് ഖുർആൻ പെരിയോന്റെ കലാമാണ് ഫുർഖാനുൽ അലീമാണ് പരിശേറും പൂങ്കാവാണ് പവിത്രത തിളങ്ങുന്ന താരാമ്പരമാണ് പെരിയോന്റെ കലാമാണ് ഖുർആൻ പെരിയോന്റെ കലാമാണ് പെരിയോന്റെ കലാമാണ് ഖുർആൻ പെരിയോന്റെ കലാമാണ്. തിരുത്താനോ കുറിക്കാനോ കഴിയാത്ത ഖുർആൻ ഉദിത്തപ്പോൾ ഖിയാമത്തിൽ നിലകൊള്ളും ഖുർആൻ തിരുത്താനോ കുറിക്കാനോ കഴിയാത്ത ഖുർആൻ ഉദിത്തപ്പോൾ ഖിയാമത്തിൽ നിലകൊള്ളും ഖുർആൻ ഹജാത്തിൻ മരിദികൾ ഒലിയുന്ന ഖുർആൻ ഹജാത്തിൻ മരിദികൾ ഒലിയുന്ന ഖുർആൻ നസീലത്തും നദീറത്തും ബശീറത്തും ഖുർആൻ പെരിയോന്റെ കലാമാണ് ഖുർആൻ പെരിയോന്റെ കലാമാണ് പെരിയോന്റെ കലാമാണ് ഖുർആൻ പെരിയോന്റെ കലാമാണ്. ഫർഹാനെ, നല്ലൊരു പാട്ടല്ലേ? ആര് പാടിയ പാട്ടാന്നറിയോ? ആ സി എ കുട്ടി മാഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. ഫൈസൽ മാഷേ. നല്ലൊരു പാട്ടാണിത്, ഖുർആനെ കുറിച്ച് അല്ലേ? CVA കുട്ടി മാഷയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ ഒരു സുൽത്താന എന്ന് പറഞ്ഞൊരു കേസറ്റുണ്ട്. അതിൽ ഫിറോസ് ബാബു സിബലേച്ചിയൊക്കെയാണ് ഇത് പാടിയത്. നല്ല മനോഹരമായ വരികൾ. KS ഖാദർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പാട്ടുണ്ട്, ഗുണമണിയായ റസൂലുള്ള ഫസിലത്ത പാടി. അതൊക്കെ ഈ KS ഖാദർക്കയുടെ, അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോയതാണ്, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. ഈ പാട്ടെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഔക്കാക്കൻ്റെ കോഴിക്കോട് അബൂബക്കർക്കായുടെ മനോഹരമായ സംഗീതം, അതാണ് ഈ പാട്ടിൻ്റെ ഒരു വലിയൊരു പെരിയോൻ്റെ കലാമാണെന്നുള്ള ഭാഗം. എത്ര ഒരു വല്ലാത്തൊരു മൂഡാണത് പാടുമ്പം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, മുമ്പ് പാടിയ 2 പാട്ടിനേക്കാളും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പലതിനും ശബ്ദ സ്ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു, സ്ക്രാച്ച് ഉണ്ടായിരുന്നു, ഇതൊന്നുമില്ല. ഈ പാട്ട് മനോഹരമായിട്ട് മോൻ്റെ ഒരു രീതിയിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയോ? മോന് തോന്നിയോ? അല്ല, മറ്റേ പാട്ടിലൊക്കെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് പാടിയിട്ടുണ്ട്. വേറെ പിന്നെ കുറച്ചുകൂടിയൊക്കെ നന്നാക്കാമായിരുന്നു വേണം നമുക്ക് പറയാം. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ടാവും. ചില ആളുകൾ പാടുമ്പോൾ കുറച്ചുകൂടി അവരുടേതായ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. മോൻ ഈ ഭാഗം മോൻ ആര് പാടിയാ കേട്ടത്? ഞാൻ യൂട്യൂബില് ആരോ മത്സരത്തിനൊക്കെ പാടുന്നത് കേട്ടതല്ലേ? അല്ല, കുറച്ച് പഴയ മുന്നുള്ള ഓഡിയോ ആണ്, ആരോ പാടിയത് അറിയില്ല. ഫിറോസ്കായിരിക്കും. ഏതായാലും ആ ഒരു സ്റ്റൈലൊക്കെ നല്ല ഓർക്കസ്ട്ര സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല സെലക്ഷനാണ്. ഓക്കെ മാം, താങ്ക് യു മാഷേ. രഹനത്ത. ഖാൻ, എനിക്കും അങ്ങനെ തോന്നി കേട്ടോ. നേരത്തെ പാടിയ അല്ലേ ശബ്ദത്തിൻ്റെ 2 പാട്ടിലും പ്രശ്നങ്ങൾ വന്നു, ഇതിലതൊന്നും ഉണ്ടായില്ല. ഇതെല്ലാവർക്കും എന്താ പറയുക, എപ്പോഴും എനിക്ക് തോന്നുന്നു പ്രോഗ്രാമിലും എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണിത്. അതിലൊരു സംഗതി പാടിയില്ലേ മോന്? ഒന്ന് പാടുമോ? ശരീഅത്തിൻ വിധി വിലക്കുകൾ അതിൽ കുറിച്ച്
ഇത്രയ്ക്ക് വാരി വിതറണ്ടടാ മക്കളെ. അതൊക്കെ പാടിയത് അതൊക്കെ കുറിച്ച് അത്രയും മതി സിമ്പിള്. അല്ലേ? കുറച്ച് കുട്ടികളും കുഴപ്പമില്ല, അതും കുഴപ്പമില്ല. ലഹന കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞു. അല്ല അത് കുഴപ്പമില്ല. ഇപ്പം എന്താ പറയാ, ശരീഅത്തിൻ വിധി വിലക്കുകളല്ലേ, ശരീഅത്തിൻ വിധി വിലക്കുകൾ അതിൽ കുറിച്ച് അത്ര മതി. അത്ര മതി. നീ എന്നൊരു വിഭാറ്റോ അതിനെക്കാളും കുറച്ച് കൂടുതൽ ചേർത്തു എന്നുള്ളൂ കേട്ടോ. അതെല്ലാ സ്ഥലത്തും അങ്ങനെ, അതുകൊണ്ടാണ് ഞാനത് അത് അവിടെ പാടിച്ചത്. പക്ഷെ എനിക്ക് മറ്റ് 2 പാട്ടിനേക്കാളും മോൻ നന്നായിട്ട് തന്നെ ഈ പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു രഹനത്ത. അൻവർക്ക? ഫർഹാനെ, കഴിഞ്ഞ പെർഫോമൻസിനേക്കാളൊക്കെ ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ സ്ഥലം പോലെ പല്ലവിയിലും അതേപോലെ ഒരു സ്ഥലമുണ്ട് മക്കള്. പവിത്രത തിളങ്ങുന്ന താരാവരമാണ് ശ്രുതി പവിത്രത തിളങ്ങുന്ന താരാവരമാണ്. അത്രയും മതി മക്കള്. പാട് മക്കൾ വേറെന്തോ പാടി. പവിത്രത തിളങ്ങുന്ന താരാമ്പരമാണ്. ഇപ്പൊ പിന്നെ കൊള്ളാം. ലേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പവിത്രത തിളങ്ങുന്ന താരാവരമാണ്. സിമ്പിളായിട്ട് പാടി വിടുക കേട്ടോ. അവിടെ അങ്ങനത്തെ ഒന്ന് ഈ 2 സ്ഥലങ്ങളിൽ നമുക്ക് 2 പേർക്കും ഫീൽ ചെയ്ത കാര്യമാണ്. ഒരു സ്ഥലം രഹന പറഞ്ഞു തന്നു, ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മുമ്പുള്ള പെർഫോമൻസിനേക്കാളൊക്കെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ മക്കളെ. ഹാപ്പി അല്ലേ? താങ്ക് യു സോ മച്ച് അൻവർക്ക. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഡിവോഷണൽ മൂഡിലൊക്കെ നിന്നിട്ടാണ് പാടിയത് അല്ലേ? അപ്പോൾ ദൈവം അനുഗ്രഹിച്ചു തോന്നുന്നു അല്ലേ? എല്ലാവരും പറഞ്ഞില്ലേ നമ്മൾ മുമ്പത്തെ പാട്ടിനേക്കാൾ നന്നായിട്ട് പാടിയെന്ന്. മാർക്ക് നോക്കാം മുമ്പത്തെ പാട്ടിനേക്കാൾ എത്ര കൂടുതലാണെന്ന്. ഫൈസൽ മാഷി ഔട്ട് ഓഫ് 35? 33.5. 33.5 out of 35. Rahnata out of 35? 33.5. 33.5. And Anvarka out of 30? ഫർഹാനെ 28.5. 28.5 out of 30 and on total out of 100 95.5 മാർക്സ് ആണ്. അപ്പം മുൻപ് പാടിയ പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ മാർക്ക് കൂടുതലാണോ? കൂടുതലാണ്. ഓക്കെ. അപ്പം അവരൊക്കെ പറഞ്ഞ പോലെ ഫർഹാൻ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നന്നായി പാടി എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പം അത് ആ പോയിന്റ് എപ്പോഴും മനസ്സിലേക്ക് എടുക്കുക, മുമ്പോട്ട് പോകാൻ. ഇനിയിപ്പോൾ നമ്മൾ എലിമിനേഷൻ പ്രോസസ്സൊക്കെ കാണും, അന്ന് കാണാം. ഓക്കെ, സി യു, ബൈ. നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലെ കോമ്പറ്റീഷൻസ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിക്ഷൻ പ്രോസസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി പെർഫോമൻസസ് ബാക്കിയുണ്ട്. അത് കാണാൻ വേണ്ടി നിങ്ങളൊരു ഇത്തിരി കൂടെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ദിസ് ഇസ് മീ ആതിര സൈനിങ് ഓഫ് ഫ്രം നാസ്കോ സിമൻസ് പുത്തൻകുട്ടി കുപ്പായം പവർഡ് ബൈ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസന്റഡ് ബൈ കിവി ഐസ്ക്രീംസ്. ഗുഡ് നൈറ്റ്. ഈശലുകൾ പെയ്തിറങ്ങണ മനസ്സുകളിൽ കുളിർ തിന്നലു തഴുകണ കുപ്പി വളക്കൈയൊപ്പന മുട്ടണ് കൊലുസുകളിൽ